ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വരാതിരുന്നതിന് ഒരു കാരണമുണ്ട്. അവിടെ ഞാൻ എത്തിയതിനു ശേഷം ഏതെങ്കിലും ഒരാളിൽ നിന്ന് മറുത്തൊരു വാക്ക് കേട്ടാ എനിക്ക് പിന്നെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റുകയില്ല. പിന്നെ അവിടുത്തെ സന്തോഷമല്ല അങ്ങ് പോകുന്നേ. ഫംഗ്ഷൻ കഴിഞ്ഞപ്പോ എന്നെ ഒരാൾ മാറ്റി നിർത്തി സംസാരിക്കുന്ന കണ്ടില്ലേ താൻ? ആ കണ്ടു. നിങ്ങള് കുറെ നേരം സംസാരിച്ചല്ലോ. ആരാ അത്? അതാണ് വിപിൻ. വിപിനോ? വീണയെ സ്നേഹിച്ചിരുന്ന ആള്, കല്യാണിയുടെ അച്ഛൻ. അല്ല, അയാൾ എന്തിനാ ഹരിയെ കാണാൻ വന്നത്? അപ്രതീക്ഷിതമായി കാണാൻ വരുന്നവർക്ക് നമ്മളെ ഞെട്ടിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ. വീണയും വിപിനും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം പറയാനാവും വന്നത്. അത് നന്നായി. അവര് തന്നെയല്ലേ ഒന്നിക്കേണ്ടത്. വീണ അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കില് അതൊരു നല്ല കാര്യമാണെന്നേ ഞാൻ പറയും. പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. വീണയെ സ്വീകരിക്കാനുള്ള സന്മനസ് പറയാനൊന്നുമല്ല വന്നത്. അവരൊന്നിച്ച് ജീവിക്കുമ്പോ കല്യാണിയെ തിരിച്ചു കൊടുക്കണമെന്ന് പറയാനാവും വന്നത്. ഹരി, കുഞ്ഞിന്റെ അച്ഛനും അമ്മയാണ് ഞങ്ങള് ചോദിച്ചാ കുഞ്ഞിനെ പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശമെന്ന് അവൻ എന്റെ മുഖത്ത് നോക്കിയാ ചോദിച്ചത്. എനിക്ക് അവകാശമില്ലേ? എന്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് അവകാശമില്ലേ? ആ കുഞ്ഞിന്റെ കാര്യത്തില് ഇവരാരെങ്കിലും വേദനിച്ചിട്ടുണ്ടോ? കല്യാണിയെ ഇവരാരെങ്കിലും നോക്കിയിട്ടുണ്ടോ? അവള് കരഞ്ഞപ്പോഴും ചിരിച്ചപ്പോഴും ഒക്കെ ഞാനായിരുന്നു കൂടെ. എന്നിട്ടും അവകാശവാദവും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. കൊള്ളാം, അതിന് തെരഞ്ഞെടുത്ത സ്ഥലം കൊള്ളാം. ഞാൻ ജീവിതത്തിൽ സന്തോഷിക്കുന്ന ഒരു മുഹൂർത്തം, ആ സ്ഥലം തിരഞ്ഞെടുത്ത് കൊടുത്തത് അവള് തന്നെയാ, വീണ. കാരണം ഹരിയുടെ മുഖത്തൊരു ചിരി ഉണ്ടാവരുതെന്ന് അവള് പണ്ടേ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഹരി, കാര്യം ഗൗരവമുള്ളതാ. പക്ഷേ കല്യാണി വേണമെന്നുള്ള കാര്യം വീണ തുടങ്ങി വെച്ചത് ഇന്നും ഇന്നലെ അല്ലല്ലോ. ഹരിക്ക് പറയാനുള്ളത് ഹരി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതങ്ങനെയല്ല. നിയമത്തിന്റെ ഭാഷ അവർക്ക്, നിയമത്തിന്റെ പിടിവാശി. ഈ ഒരു ചോദ്യം നമ്മൾ എന്തായാലും ഫേസ് ചെയ്യേണ്ടതാ. ഇതിന്റെ പേരിൽ തളർന്നു പോയാല് നമ്മളെ ദ്രോഹിച്ചവര് ചിരിക്കുകയുള്ളൂ. കല്യാണിയെ വിട്ടുകൊടുക്കില്ലെന്നൊരു തീരുമാനം മനസ്സിലുണ്ടല്ലോ. നമുക്ക് അതിൽ തന്നെ ഉറച്ചു നിൽക്കാം. ഹരി ഒന്ന് റിലാക്സ് ചെയ്യേ. അപ്പം എന്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് ആ ശാന്തത കിട്ടുന്നില്ലടോ. എന്ത് ചെയ്യാനാ? താനും വല്ലാതെ സന്തോഷിച്ചൊരു ദിവസം അത് ഞാൻ നശിപ്പിച്ചു. കല്യാണിയുടെ കാര്യം ഹരിക്ക് എത്ര തന്നെ വലുതാണോ അത്രയും തന്നെ വലുതാണ് എനിക്കും. പേടിക്കണ്ട ഹരി, അങ്ങനെയൊന്നും ദൈവം നമ്മളെ കൈവിടില്ല. കല്യാണി എന്നും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. വാ, അമ്മാവനോട് വിശേഷങ്ങൾ പറഞ്ഞിട്ട് പോവാം. കല്യാണി, അപ്പൂപ്പനോടെ? അകത്തുണ്ട്. അമ്മാവാ. അച്ഛാ, ഫംഗ്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ഇതെന്തേത് നോക്കട്ടെ. അമ്മാവാ. ഹായ്, നല്ല രസമുണ്ട്. എന്തോ ഫലകയാ? ഫലകം. ഓ, ഫലകം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചടങ്ങ്?
എന്റെ അമ്മാവ ഒന്നും പറയണ്ട, എല്ലാരും നല്ല അഭിപ്രായമായിരുന്നു. ആഹാ ആ, ചിലര് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ശോ. ഹരി ഇവിടുന്ന് പോന്നതിന്റെ നഷ്ടം അവരുടെ മുഖത്ത് കാണായിരുന്നു അമ്മാവ. ആ, നമ്മുടെ വായനശാലയില് ഒന്നാമത്തെ പുസ്തകമായിട്ടാ എന്റെ പുസ്തകം വച്ചിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നേട്ടം. എടാ, ദേ ഇവിടെ ഇരുന്ന് കയറുപൊട്ടിക്കായിരുന്നു, അങ്ങോട്ട് പോണെന്ന് പറഞ്ഞിട്ട്. നോണയാ, അപ്പൂപ്പന എന്നോട് പറഞ്ഞത് പോകാൻ പറ്റില്ലല്ലോന്ന്. അമ്മാവനോട് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാന്ന്. നീ പറഞ്ഞത് ശരിയാ. എടാ, ഞാൻ വരാതിരുന്നതിനൊരു കാരണമുണ്ട്. അവിടെ ഞാൻ എത്തിയതിനു ശേഷം ഏതെങ്കിലും ഒരാളിൽ നിന്ന് മറുത്തൊരു വാക്ക് കേട്ടാ എനിക്ക് പിന്നെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയല്ല. പിന്നെ അവിടുത്തെ സന്തോഷമല്ല അങ്ങ് പോകുന്നേ. ഇനി വരാം, എപ്പോ വേണേലും വരാം. എടാ മക്കളെ, ഞാൻ പണ്ടേ പറയാറില്ലേ, നിന്റെ കയ്യും പിടിച്ച് ആ നാട്ടിൽ കൂടെ നടക്കുന്നതാ അമ്മാവന് ഏറ്റവും വലിയ സന്തോഷമെന്ന്. അങ്ങനെ ഒരു ദിവസം പോണം. എന്തായാലും ജീവിതത്തിലൊരിക്കൽ അവിടെ പോയല്ലേ പറ്റൂ. അച്ഛൻ ഫംഗ്ഷന് പോയ കാര്യം വീണാമ്മ ചോദിച്ചു. എപ്പോ? വീണ ഇവിടെ വന്നിരുന്നോ? ഇല്ല, അപ്പൂപ്പന്റെ ഫോണിൽ വിളിച്ചു, അപ്പൊ ഞാനാ എടുത്തേ. എന്നിട്ട് എന്താ സംസാരിച്ചേ? വീണാമ്മയെ കാണാൻ തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. കൂടെ വരുന്നുണ്ടോന്നും ചോദിച്ചു. നീ എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ അച്ഛനെ വിട്ട് എങ്ങോട്ടും വരില്ലെന്ന് പറഞ്ഞു. മോള് പോയിട്ടെ സുജാതമ്മയോട് നിത്യമ്മ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറ. പോ. ശരി, ഇത് പിടിച്ച്. എടാ, അവള് വിളിച്ചതും സംസാരിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇവിടുന്ന് പോയാലും അവള് വെറുതെ ഇരിക്കില്ലല്ലോ. അതിന് നീ എന്തിനാ വിഷമിക്കുന്നേ? ഇത് അവളെപ്പോഴും ചെയ്യുന്ന കാര്യമല്ലേ. അതുകൊണ്ടൊന്നല്ല അമ്മാവ, കല്യാണി വിട്ടുകൊടുക്കണമെന്ന് ഒരാവശ്യം വന്നിട്ടുണ്ട്. വീണയല്ല, വിപിൻ. മധുര നൊമ്പരക്കാറ്റ്